ഇന്ന് മുഴുവൻ ഞാൻ ഏകനായി കുന്നിൻ ചെരുവിലിരുന്നു പാടും. ഇന്നു ഞാൻ കാണും കിനാക്കളെല്ലാം ഡാഷിനെ കുറിച്ചുള്ളതായിരിക്കും. അത് ശരി. അപ്പൊ കത്തനാരുടെ മനസ്സിൽ വേറെ പൂതികളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്, ഒരുപാട് പൂതികൾ എന്റെ മനസ്സിലുണ്ട്. അതൊക്കെ നിന്നോട് പറഞ്ഞ് ഞാൻ കുമ്പസാരിക്കണോ? നീ ചൊണയുള്ള ആൺകുട്ടിയാണെങ്കിൽ നിന്റെ പാവങ്ങളൊക്കെ എന്നോട് ഏറ്റു പറഞ്ഞ് നീ ഒന്ന് കുമ്പസാരിക്കും. മോനെ പൈലി, ഈ ലോകം മാത്രല്ല അങ്ങേ ലോകമുണ്ട്. അവിടെ കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ നിനക്ക് എന്റെ കൂടെ സുഖമായിട്ട് വേല ചെയ്യണമെങ്കിൽ മതിയടാ. അങ്ങേ ലോകത്തെ സുഖമൊക്കെ അച്ഛനെടുത്തു. ഞാൻ ഇവിടത്തെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്ത് ജീവിച്ചോളാം. അപ്പൊ നീ നന്നാവില്ല എന്ന് ഉറപ്പാണല്ലേ? നടക്കേലച്ചോ. അച്ഛൻ ഈ പാവം പിടിച്ച നാട്ടുകാരുടെ ഡ്യൂക്കിലി പാവങ്ങൾ കേൾക്കാനാ വിധി. സിനിമാക്കാരന്റെ എരിവും പുളിയും ചൂടുള്ള പാവങ്ങൾ കേൾക്കാനുള്ള യോഗമില്ല. എടാ മഹാഭാവി, നീ നരകത്തിൽ പോവും. പൗരോഹിത്യത്തെ പുച്ഛിക്കുന്നവന് അഗ്നി നരകമാണ് ഫലം. ആര് പുച്ഛിച്ചു? എനിക്ക് അച്ഛനോട് ബഹുമാനമൊക്കെ തന്നെയാ. പക്ഷെ കുമ്പസാരത്തെ സൂചിപ്പിച്ചു. ഇവനെങ്ങാനും ഇവിടെ കിടന്ന് ചത്തുപോടാ. ഏയ് വേണമെങ്കിൽ കൊല്ലാം. എന്താ വേണോ? എന്റെ കർത്താവേ, നീ വേഗം നടന്നേടി കൊച്ചേ. നീ ഇപ്പൊ പൊക്കോ. 24 മണിക്കൂറുള്ളിൽ നിന്നെ നിന്റെ കുടുംബത്തെ ഈ നാട്ടുകാര് പേപ്പട്ടിയെ പോലെ കല്ലെറിയും. നിന്റെ അപ്പനെ നീ എടുത്തു കൊടുത്ത കാശുണ്ടല്ലോ, അത് ഏത് വകുപ്പിലുള്ളതാണെന്ന് എനിക്കറിയാം. അവളൊരു ശീലാവതി. ഈ ഭദ്രന്റെ തനിക്കുണം നീയൊക്കെ അറിയാൻ പോകുന്നുള്ളടി. നിന്നോടും കൂടിയാ പറയുന്നേ, ചെവിയെന്നുള്ളിക്കോ. നീ ഒറ്റക്കൈ നാട്ടിലെ നീ നാട്ടിലേക്ക് വന്നത് അതിന്റെ ഒരു 10 ഇരട്ടി ഡാമേജ് ആയിട്ടല്ലാതെ നീ പള്ളിക്കരയിൽ നിന്ന് തിരിച്ചിറങ്ങിയ എന്നത് ഇങ്ങനെ വിളിച്ചോ. ഇങ്ങനെ എന്താ എല്ലാരും കൂടെ? എന്താ കാര്യം? വാ, ഉള്ള സ്ഥലത്തൊക്കെ കയറി ഇരിക്കും. അതെ, നാട്ടുകാർ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശാ തന്റെ കയ്യിലേക്ക് വന്നത്. ഏത് കാശ്? അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? എടോ, നാട്ടുകാർ പിരിച്ചെടുത്ത കാശ്. ഓ അതോ? അതിനിപ്പോ എന്താ കുഴപ്പം? നാട്ടുകാരുടെ പണം പിരിച്ചതേ സമരാവശ്യങ്ങൾക്ക് വേണ്ടിയാ, അല്ലാതെ നിങ്ങളുടെ കയ്യിൽ ലോറി വാങ്ങാനല്ല. ലോറി വാങ്ങിച്ചോ? ആര്? താൻ ആ പെണ്ണിനെ വിളിച്ച് ചോദിക്കണം നായരെ, അവളാ കാശെടുത്തോണ്ട്. അത് അവളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം അവൾ അങ്ങനെ ചെയ്യില്ലെന്ന്. എന്നാ പിന്നെ ആ കാശ് എവിടെ? അതെ, ഞാൻ എടുത്തങ്ങ് വിഴുങ്ങി. ഈ പറഞ്ഞതിൽ ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരല്ലോ പിള്ളേച്ചാ. മേലാൽ ഈ വക കാശിന്റെ കാര്യമൊന്നും എന്നെ ഏൽപ്പിക്കരുത്. കുറെ നാട്ടുകാർ വന്നിരിക്കുന്നു. സതി, അവരെന്ന് കാശൊക്കെ എടുത്തു കൊടുത്തേ. എന്താന്ന്? ചേച്ചിയല്ല, ഞാനാ വെച്ചിരുന്നെ. എന്താ വേണ്ടേ? അല്ല പിള്ളേച്ചാ, ആ ഭദ്രൻ പറഞ്ഞത് കേട്ടപ്പോ ഞങ്ങള് പെട്ടെന്ന്. ഏത് ഭദ്രൻ? ഓ, അപ്പൊ നിങ്ങൾക്ക് എന്നേക്കാ വിശ്വാസം അവനെയാണല്ലേ? എല്ലാ കോച്ചറക്കൊളിക്കും കാരണം ഇയാൾ ഒരൊറ്റൊരുത്തനാ. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞതാ. ഞാനോ? ഇനിയിപ്പോ അതും പറഞ്ഞ എല്ലാരും കൂടെ എന്റെ ചക്കത്തെ കയറിക്കോ. എടി മറിയേ,
താൻ എന്തുമാതിരി പരമ കൊഞ്ഞാണനാടോ പൈലി. ഹ, ഈരാറ്റുപേട്ടക്കാരൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ ഒരു ഈരാറ്റുപേട്ട? വെറുതെ അല്ലടോ താൻ നടനാകാതെ ഡ്യൂപ്പായി പോയത്. 10,000 രൂപയൊക്കെ വെറുതെ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞ വെറുതെ അല്ലല്ലോ അച്ചോ, അവിടെ അപ്പം തിരിച്ചു വരുമ്പോ തരികല്ലേ. പിന്നെ ചെല്ലപ്പൻ പിള്ളയല്ലേ, ആ കാശ് പോക്കറ്റ് അടിച്ച് പോയെന്ന് കരുതിയാ മതി. പോന്നേ പോട്ടെ, എന്തോരം കാശ് പൈലി വെള്ളമൊടിച്ചു കളയും. അത് വിട്, നിനക്ക് അവളോട് എന്തോ ഒരു ഇതുണ്ട് ഇല്ലേ? നീ അത് ചെയ്യല. എന്തോന്ന് ഇത്? ഒന്നുമില്ലേ? എന്തൊന്നുമില്ല. എന്നാ നീ ഒന്ന് കുമ്പസാരിച്ച്. അത് വേണ്ട. കണ്ടോ കണ്ടോ, അപ്പൊ ഞാൻ പറഞ്ഞതില് കാര്യമുണ്ട്. ഒരു കാര്യമില്ല. ഉണ്ടേലും സാരമില്ലടാ, നമുക്ക് അവളെ മാമോദിസ മുക്കാം. എന്തായാലും മറ്റവളെ മുക്കണം, എന്നാ പിന്നെ ഹോൾസെയിലായിട്ട് അങ്ങ് മുക്കാം. അച്ചോ, ഒരു ഫൈറ്ററുടെ ജീവിതം എന്ന് വെച്ചാ അതൊരു തരം ഞാണിമേക്കളിയാ. കാത്തിരിക്കാൻ ഒരാളുണ്ടെന്നൊരു തോന്നൽ വന്നാ ചിലപ്പോ കാലടറിപ്പോ എന്ന് വെച്ച് പൈലിക്ക് അങ്ങനെ ഒരാൾ വേണമെന്ന് തോന്നിയിട്ടില്ലെന്ന് ചോദിച്ചാ ഉണ്ടായിരുന്നിരിക്കാം എപ്പോഴെങ്കിലും ഒക്കെ. ഈരാറ്റുപേട്ടയെന്ന് ഒരു ഗതിയും പരഗതിയില്ലാതെ ബോംബെയിലോട്ട് തെണ്ടാൻ പോയ പൈലി. അങ്ങനെയായിരിക്കും അച്ഛന്റെ ധാരണ. കുടുംബത്തിൽ പറഞ്ഞ അച്ചോ ഞാനും. മാങ്കോയിക്കലെന്ന് പറയും. മൂത്ത മകനാ ഞാൻ. മാങ്കോയിക്കലവർ അച്ഛന്റെ പൊന്നുമോൻ. ഹിന്ദി സിനിമയിലെ ഞൗണാന്മാർക്ക് അടിമപ്പണി ചെയ്യുന്ന ഡൂക്കില് ഡൂപ്പ് സ്റ്റണ്ട് നടൻ. ഹീറോയ്ക്കും വില്ലനും ഡൂപ്പ് കളിച്ച് തീക്കകത്തോട്ട് എടുത്ത് ചാടും. കപ്പലിൽ നിന്ന് വീഴും. 10ാം നിലയിലോട്ട് ഏണിയില്ലാതെ പിടച്ചു കയറിയിട്ട് കൈവിടും. താഴെ എന്തുമാത്രം ബെഡും വലയും പിരിച്ചാലും ഈ പുറന്തല്ലി വീഴുമ്പോ തലമുറകൾ കുടിച്ച മുലപ്പാല് കക്കി പോവച്ചോ. ഒരുപാട് കക്കിയിട്ടുണ്ട് പൈലി. 1.5 രൂപ കൊടുത്ത് സിനിമ കാണുന്നവന്റെ കൈയടി പോലും നമുക്ക് കിട്ടുകയല്ല. അത് മുഴുവൻ മറ്റവും കൊണ്ടുപോകും പാവാവിനെ നടത്തുന്ന ഞൗണാൻ. 8ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി എനിക്ക് ഇത്രയും കാശ് വേറെ ഏത് പണി ചെയ്താ കിട്ടുവച്ചോ. കടം കൊണ്ട് നിക്കക്കള്ളിയില്ലാതായപ്പോ അപ്പം പോയി, വിഷം കഴിച്ചു. എനിക്കോ ജോസൂട്ടിക്കോ ഒരു നേരത്തെ ആഹാരത്തിന് പോലും പ്രയോജനം കിട്ടാത്ത 4 വരി എഴുതി വെച്ചിട്ട്. മോനെ പൈലി, മനസ്സിന് കട്ടിയില്ലാത്തോണ്ട് ഈ അപ്പനങ്ങ് പോവുക. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലടാ. നീ എങ്ങനെ നിന്ന് പഴയ്ക്കണം? കാക്കക്കാലെ പോണ പ്രായോ ജോസൂട്ടിക്ക്. അമ്മയില്ലാത്ത കുഞ്ഞ, അവനെ നീ നോക്കണം. ശവക്കുഴി വെട്ടിയവൻ കടത്തിന് കുഴിവെട്ടി. ശവപ്പെട്ടിയും കുന്തിരിക്കവൻ കടം കിട്ടി. വികാരിയച്ഛൻ കുഴിക്കാളം മേടിച്ചില്ല, കൊടുക്കാനില്ല. അത്രയ്ക്ക് പരമതന്റെയായിട്ട് എന്റെ അപ്പം പോയത്. മോനെ, കട 1ഉം 2ഉം ആയിരുന്നില്ലച്ചോ, ലക്ഷങ്ങളാ. അത് മുഴുവൻ ഞാൻ വേലെടുത്ത് വീട്ടി. ഗ്രാനൈറ്റിന്റെ കല്ലറ ഇല്ലേലും എന്റെ അപ്പനിപ്പോ ഇടവക സിമിത്തേരിൽ സുഖമായിട്ട് കിടക്കാം. പാലാക്കന്മാരൊന്നും അങ്ങേരെ എനിക്ക് പറ്റിയകാരൊന്നും വിളിക്കല്ല. അപ്പം മരിക്കുമ്പോ ജോസൂട്ടിക്ക് 1 വയസ്സ് തികയല. കാക്കയ്ക്കും പരത്തിനും കൊടുക്കാതെ ഒരല്ലലും അറിയിക്കാതെ ഞാൻ ഇത്രയും കാലം നോക്കി. അവന്റെ കല്യാണം നടത്തും. ഹിന്ദു എങ്കിൽ ഹിന്ദു, അവള് മുങ്ങിയാ മുങ്ങി, ഇല്ലെങ്കിൽ വേണ്ട. അതും കൂടെ കഴിഞ്ഞാൽ മടങ്ങാം. ബാധ്യതകളൊന്നും ബാക്കി വെക്കാതെ പൈലിക്ക് മടങ്ങാം. അച്ഛൻ വരുന്നു എന്റെ ഇവിടെ. ബോംബയ്ക്കോ? എവിടെ വേണേലും പോവാച്ചോ. ഈ ഭൂമിയുടെ അറ്റം വരെ വേണേ പോവാ. നമുക്ക് ഇതിൽ പോവാച്ചോ. എന്താ വരുന്നോ? പോട്ടച്ചോ. பைலி இல்ல பேந்தம் பைலி. நான் பெருமாள், வரதராஜ பெருமாள். ஆனா யாரும் என்ன பேர் சொல்லி கூப்பிட மாட்டாங்க. அண்ணாச்சின் மரியாதையை தான் கூப்பிடுவாங்க. ஓ, அட நெல்லுப்பா, உன்னை பார்க்க தானே வந்தேன். என்ன എന്തിന്? கொஞ்சம் பேசணுமே. അതിനെന്താ അണ്ണാച്ചി, ഇഷ്ടം പോലെ പേശിക്കോ. நேத்து நீ அடிச்சில்லையா பத்ரன், அவன் என்னோட ஆளு. ഓഹോ, അതെ, പട്ടിയെ വളർത്തുകയാണെ കെട്ടിയിട്ട് വളർത്തണം. അല്ലാതെ ഇങ്ങനെ തെണ്ടാൻ വിട്ടാനുണ്ടല്ലോ, നാട്ടുകാര് ചളക്കി പണ്ടാരടക്കി കളയും. இரு 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 இரு, அவன் பண்ணது தப்பு தான். அது கொண்டு தானே மாப்பு கேட்கறதுக்கு அவனை கூப்பிட்டு நான் ഇവിടെ വന്നത്. അത് ശരി, അപ്പൊ അവൻ ഇതിനകത്തുണ്ടായിരുന്നല്ലേ? പണിയാവുന്ന പണി മുഴുവൻ இரு இரு இருப்பா இருப்பா, அமைதியா இருக்கண்ணா. உன்னால எத்தனை நாள் அடிக்க முடியும்? 5ஆ 10ஆ இல்ல அதுக்கு மேலயா? ஆனா அதுக்கு மேல ஏற பேர் என்னுண்டு. என்னாலும் நான் தனியா விட வந்தேன். என்னன்னு അതിപ്പോ എനിക്കെങ്ങനെ അറിയാടോ അണ്ണാച്ചി? வயலே, உன்னை எனக்கு வேணும். நீ என்னோட இருப்பியா? உனக்கு எவ்வளவு சம்பளம் வேணும்? நீயே பர. ചോദിക്കുന്ന കൂലിയെന്ന് പൈലിയെ വേലക്ക് നിർത്താൻ മൊയിലാളിക്ക് മൊയിലാവുക. മൊയിലാളി, உனக்கு எவ்வளவு வேணுமோ அவ்வளவு நான் தர்றேன். ஆனா நீ என்னோட இருக்கணும். நீ பறஞ்சால் கேட்கறதுக்கு இவட நிறைய பேர் உண்டு. அதை யூட்டிலைஸ் பண்ணிக்கணும். அந்த முட்டாள் ஃபாதர் கூட நீ பறஞ்சா கேட்பான். விட்டுற சொல்லு, சமரம் கிமரம் எல்லாத்தையும் விட்டுற சொல்லு. என்ன பையில யோசிக்கிற? இத பாரு, நான் எதையும் தனிச்சு சாப்பிட மாட்டேன், പകുത്ത് தான் சாப்பிடுவேன். അപ്പൊ തന്റെ പൊണ്ടാട്ടി എങ്ങനെയാ? അതും പകുത്താണോ ചാപ്പിടുന്നേ? നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തതിന്റെ ബാക്കി?
என்ன யார் நினைச்சா நாயே? அம்மா முதலாளி போப்பா. முதலாளி வந்தேன். வேண்டாம். அவன் சொல்லிட்ட பார்த்து போயிட்டியா? പിന്നെയുണ്ടാ പെരുമാളെ, കയ്യിൽ തഴമ്പുള്ള കുറച്ച് ഹൈറേഞ്ച് നസ്രാണികളെ നീ കണ്ടിട്ടുള്ളൂ. നെഞ്ചി തഴമ്പുള്ളവരെ നീ കണ്ടിട്ടുണ്ടോ? ജീവൻ കയ്യിലെടുത്ത് ഇങ്ങനെ തായം കെട്ടി കളിക്കുന്നവരെ. അങ്ങനെയുള്ള ഈ കൈവച്ചൊന്നും തന്നാലുണ്ടല്ലോ, നീ ഈ വണ്ടിയിൽ പടമായിട്ടിരിക്കും. പിന്നെ ഇവനത് പൊളിച്ചോണ്ട് പോയി ഫ്രെയിം ചെയ്ത് മാലയിട്ട് വല്ല ഭിത്തിയിലും തൂക്കേണ്ടി വരും. ചുമന്നിട്ട് പോടാ. டேய், நான் எப்போ ஒரு முளை முன்னாடி தான் அறிவேன். அது உனக்கு இப்ப புரியாது. போ புரியும்.